ശീർഷകം അവൾ വിടച്ച കത്ത്. ഒരു ചെറിയ കടൽത്തീര ഗ്രാമം. രാവിലെ സൂര്യൻ കടലിനു മുകളിൽ ഉയരുമ്പോൾ ആ ഗ്രാമം സ്വർണ്ണ നിറത്തിൽ തിളങ്ങും. ആ ഗ്രാമത്തിലാണ് നീൽ ജീവിച്ചിരുന്നത്. നീൽ ഒരു ശാന്തനായ യുവാവ്. കടൽത്തീരത്ത് ഒരു ചെറിയ ബുക്ക് ഷോപ്പ് അവൻ നടത്തുകയായിരുന്നു. പുസ്തകങ്ങൾ, കാറ്റ്, കടൽ, അതായിരുന്നു അവന്റെ ലോകം. ഒരു ദിവസം രാവിലെ കട തുറക്കുമ്പോൾ വാതിലിനു മുന്നിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നത് അവൻ കണ്ടു. "കട തുറന്നോ?" അവൾ ചോദിച്ചു. നീൽ ചിരിച്ചു. "ഇപ്പോഴാണ് തുറക്കുന്നത്." അവൾ അകത്തു വന്നു. ഷെൽഫുകളിലിരുന്ന പുസ്തകങ്ങളൊന്ന് നോക്കി. അവളുടെ പേര് ലീന. ആ ദിവസം അവളൊരു പുസ്തകം വാങ്ങി. പോകുമ്പോൾ അവൾ പറഞ്ഞു, "ഈ കട എനിക്കിഷ്ടമായി. ഞാൻ വീണ്ടും വരും." അതൊരു സാധാരണ വാക്കായിരുന്നു, പക്ഷെ അത് സത്യമായി. അടുത്ത ദിവസങ്ങളിലും ലീന കടയിൽ വരാൻ തുടങ്ങി. അവൾ പുസ്തകങ്ങൾ വായിച്ചു, നീലിനോട് കഥകളെക്കുറിച്ച് സംസാരിച്ചു. പതിയെ അവർ നല്ല സുഹൃത്തുക്കളായി. വൈകുന്നേരങ്ങളിൽ അവർ കടൽ തീരത്ത് നടക്കും. ലീനയ്ക്ക് കടൽ വളരെ ഇഷ്ടം. ഒരു ദിവസം അവൾ നീലിനോട് ചോദിച്ചു, "നിനക്ക് തോന്നുന്നുണ്ടോ ചില ആളുകൾ നമ്മൾ കണ്ടുമുട്ടേണ്ടതായിട്ടാണ് ജീവിതത്തിൽ വരുന്നത് എന്ന്?" നീൽ ചിരിച്ചു. "അതെ, ഇപ്പോഴെനിക്കങ്ങനെ തോന്നുന്നു." അവൾ അവനെ നോക്കി. ഒന്നും പറഞ്ഞില്ല. പക്ഷേ ആ നിമിഷത്തിൽ അവരുടെ ഇടയിൽ എന്തോ മാറി. അത് പ്രണയമായിരുന്നു. കാലം കടന്നുപോയി. അവരുടെ ബന്ധം കൂടുതൽ ശക്തമായി. പക്ഷേ ഒരു ദിവസം ലീന കടയിൽ വന്നില്ല. അടുത്ത ദിവസം പോലുമില്ല. നീൽ ആശങ്കപ്പെട്ടു. മൂന്നാം ദിവസം രാവിലെ അവൻ കട തുറക്കാനെത്തിയപ്പോൾ വാതിലിന് താഴെ ഒരു കത്ത് കണ്ടു. അത് ലീനയുടെ കത്തായിരുന്നു. അവൻ അത് തുറന്നു. കത്തിലെഴുതിയിരുന്നത്, "നീൽ, നിനക്കൊപ്പം ചിലവഴിച്ച സമയം എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഓർമ്മകളാണ്. പക്ഷേ എനിക്ക് ഒരു കാര്യം പറയാനായില്ല. എനിക്ക് വിദേശത്തേക്ക് പോകേണ്ടി വരുന്നു. ഇന്ന് രാവിലെ തന്നെ. നിന്നോട് നേരിട്ട് വിട പറയാൻ എനിക്ക് ധൈര്യമുണ്ടായില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പായി അറിയുന്നു. നമ്മൾ വീണ്ടും കാണും. കാരണം ചില ആളുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ഓർമ്മയായി മാത്രം കഴിയാൻ ജനിച്ചവരല്ല. അവർ തിരികെ വരാൻ തന്നെ ജനിച്ചവരാണ്." കത്ത് വായിച്ചപ്പോൾ നീലിന്റെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷെ അവൻ ചിരിച്ചു. കാരണം അവൻ മനസ്സിലാക്കി, അവൾ പോയതൊരു അവസാനമല്ല, ഒരു വാഗ്ദാനമാണ്. വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം, കടൽ തീരത്ത് സൂര്യാസ്തമയം. ബുക്ക് ഷോപ്പിന്റെ വാതിൽ തുറന്നു. "ഈ കട ഇപ്പോഴും തുറന്നുണ്ടോ?" ഒരു പരിചിത ശബ്ദം ചോദിച്ചു. നീൽ തലയുയർത്തി നോക്കി. അത് ലീനയായിരുന്നു. അവൾ തിരികെ വന്നിരുന്നു. ആ നിമിഷത്തിൽ നീൽ മനസ്സിലാക്കി, സത്യമായ പ്രണയം തലക്കെട്ട്. അമ്മ പറഞ്ഞ സമയം. ഗ്രാമത്തിന്റെ അറ്റത്ത് ഒരു പഴയ ക്ലോക്ക് കട. മണിക്കൂറുകളും മിനിറ്റുകളും മാത്രമല്ല, ഓർമ്മകളും അവിടെ വിൽക്കപ്പെടുമെന്ന് ആരും ചിന്തിച്ചിരുന്നില്ല. ആ കട നടത്തുന്നത് നാരായണൻ. നഗരത്തിൽ ജോലി ചെയ്യുന്ന മകൻ രാഹുൽ. ഗ്രാമത്തിൽ ഒറ്റയ്ക്ക് കഴിയുന്ന അമ്മ ദേവകി. രാഹുൽ വലിയ കമ്പനിയിൽ എഞ്ചിനീയർ. ടൈം എന്നത് അവന്റെ ജീവിതമാണ്. മീറ്റിംഗുകൾ, കോളുകൾ, ടാർഗറ്റുകൾ. പക്ഷേ അമ്മയ്ക്ക് ടൈം എന്നത് മകന്റെ ശബ്ദമാണ്. എല്ലാ ദിവസവും രാവിലെ ദേവകി വിളിക്കും, "മോനെ, ഇന്നെന്താ സമയം?" രാഹുൽ ചിരിച്ചു പറയും, "അമ്മേ, സമയം നോക്കാൻ ക്ലോക്കുണ്ടല്ലോ." അവൾ പറയും, "അല്ല മോനെ, നിന്റെ ശബ്ദം കേട്ടാൽ മതി എനിക്ക് സമയം." പക്ഷെ ദിവസങ്ങൾ മാറി. കോളുകൾ കുറയാൻ തുടങ്ങി. മെസ്സേജുകൾ അൺറെഡായി. ദേവകി പിന്നെ ക്ലോക്ക് കടയിലിരിക്കും. പഴയ ഘടികാരങ്ങൾ വൃത്തിയാക്കും. ഓരോ മണിക്കൂറും മകന്റെ ഓർമ്മയിൽ എണ്ണും. ഒരു ദിവസം ദേവകി വീണു. അടുത്ത വീട്ടുകാരി ആശുപത്രിയിലെത്തിച്ചു. രാഹുൽ വൈകിയാണ് അറിഞ്ഞത്. ട്രാഫിക്, മീറ്റിംഗ്, പിന്നെ ട്രെയിൻ. എത്തുമ്പോൾ അമ്മ കിടക്കയിൽ കണ്ണുകളടഞ്ഞു. ഡോക്ടർ പറഞ്ഞു, അവസാന നിമിഷം വരെ അവൾ ചോദിച്ചത് ഒരേയായിരുന്നു, "മോൻ വരുമോ?" രാഹുൽ അമ്മയുടെ കൈ പിടിച്ചു. കണ്ണുനീർ വീണു. അമ്മ കണ്ണു തുറന്നു. പതുക്കെ പറഞ്ഞു, "മോനെ, സമയം കിട്ടിയോ?" രാഹുൽ വിറച്ച ശബ്ദത്തിൽ, "കിട്ടിയമ്മേ, ഇനി മുഴുവൻ സമയം നിന്റേതാണ്." ദേവകി ചിരിച്ചു. കണ്ണുകളടച്ചു. ആ ക്ലോക്ക് കട അടഞ്ഞു. പക്ഷെ രാഹുലിന്റെ ജീവിതത്തിൽ സമയം എന്ന വാക്ക് മാറി. ഇന്ന് അവൻ ഓരോ ദിവസവും ഒരു കോളിടും, പക്ഷെ മറുപടിയില്ല. അവൻ ഇപ്പോൾ അറിയുന്നു, ചിലർക്കായി സമയം കണ്ടെത്തിയില്ലെങ്കിൽ പിന്നെ സമയം നമ്മെ തേടി വരില്ല.
ജീവിതത്തിൽ ഏറ്റവും വിലയേറിയത് പണമല്ല, നമ്മൾ നൽകുന്ന സമയമാണ്.